വെൽക്കം ടു ഡെയിലി ടോക്ക് ഷോ. സുഹൃത്തുക്കളെ, ഇന്ന് അമേരിക്കയിൽ ഒരു നല്ല ഞായറാഴ്ചയാണ്. അപ്പോൾ ഞാനും മിഥുനും ഞങ്ങൾ 2 ചാനലാണ്. ദി വിക്ടർ ജോർജ് ഉണ്ട്, ക്ലിപ്സ് ഉണ്ട്. 2 ചാനലാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇന്ന് തുണി അലക്കാനായിട്ട് ഇവിടെ കോയിൻ ലോണ്ടറി, ഇതൊരു ലോണ്ടറിയാണ്. ഈ കോയിൻ ലോണ്ടറിയിൽ തുണി അലക്കാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ അതിനിടയിലാണ് കുറച്ച് വാർത്തകൾ നൽകണം. അപ്പോൾ ഞങ്ങൾ ഇന്ന് കൈകാര്യം ചെയ്യുന്ന വിഷയം അലക്കി വെളുപ്പിച്ചെടുക്കുന്ന കുറച്ച് ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. അതെ, ഇവര് ഈ അലക്കൽ ബിസിനസ്, വെളുപ്പിക്കൽ ബിസിനസ് കോൺട്രാക്ട് എടുത്ത ഒരു യൂട്യൂബർ ഉണ്ട് കേരളത്തിൽ. വളരെ വളരെ എന്ന് പറഞ്ഞ പോലെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അദ്ദേഹം ഒരു സ്വയം ഏറ്റെടുത്തിരിക്കുകയാണ് വെളുപ്പിക്കൽ. പക്ഷെ അത് വെളുപ്പിക്കുന്നത് ഒരു വിഭാഗം ആളുകളെയും പ്രത്യേക വ്യക്തികളെ മാത്രമാണ്. ഈ അടുത്ത് അദ്ദേഹം ഒരു വ്യക്തിനെ, രാജ്യദ്രോഹം ചെയ്തൊരു വ്യക്തിയെ അദ്ദേഹം വെളുപ്പിക്കാൻ ശ്രമിച്ചു. അദ്ദേഹം കുടുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ സംഭവം എന്ന് പറഞ്ഞാൽ ഈ വ്യക്തിനെ വെളുപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അദ്ദേഹം തെറ്റിദ്ധാരണ മുഖേനയായിരിക്കും. കാരണം നമുക്കൊരു വ്യക്തിനെ മനസ്സിലാക്കാൻ സാധിച്ചെന്ന് വരില്ല, അവരുടെ ഉദ്ദേശശുദ്ധി അല്ലേ. പക്ഷേ പിന്നീട് ഞങ്ങൾക്ക് മനസ്സിലാക്കിയ സംഭവം എന്ന് പറയുന്നത് ഈ വ്യക്തിക്ക്, ഈ അലക്കി വെളുപ്പിക്കാൻ ശ്രമിച്ച വ്യക്തിയും ഈ മഹാനായ യൂട്യൂബറും തമ്മിൽ എന്തോ ഒരു ഗൂഢാലോചനയല്ല, അവർ തമ്മിലൊരു കൂട്ടു കച്ചവടമുണ്ട് അല്ലേ. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അതിനെപ്പറ്റി വീഡിയോ ചെയ്യാൻ പോകുന്നു. വെൽക്കം ടു ഷോ അഗൈൻ. വിക്ടർ, ഈ വ്യക്തിയുടെ ബാക്ക്ഗ്രൗണ്ട്, ഈ വ്യക്തി നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം എവിടെയോ ഒരു സാരി വിസയിൽ ഇവിടെ കുറെ പണമൊക്കെ ഉണ്ടാക്കി. അതിനെപ്പറ്റി ഒരു അപവാദം അല്ല, അവിടെ ആ ഏരിയയിലെ ആളുകൾ പറയുന്നത് ഇദ്ദേഹം 2012-13 അദ്ദേഹം ഈ പറഞ്ഞ രാജ്യത്ത് വന്നു. ഓക്കെ, UK വന്നിരിക്കുന്നത്. അപ്പൊ UK വന്ന സമയത്ത് അവിടെ ഈ പറയുന്ന ഒരു സ്പേസ് ഉണ്ടായിരുന്നു, ഈ പറയുന്ന ഓൺലൈൻ മീഡിയ സ്പേസ് ഉണ്ടായിരുന്നു. ആ മീഡിയ സ്പേസ് അദ്ദേഹം കയറി കൂടിയിട്ട് ഈ പറയുന്ന ഈ കത്തോലിക്കക്കാർക്ക്, അച്ചായന്മാർക്ക് ഒരു പ്രാഞ്ചിടങ്ങളി ഉണ്ട്. കോട്ടും സൂട്ടൊക്കെ എവിടെയെങ്കിലും പോയിരിക്കുക, ഒരു സ്പേസ് കിട്ടുക. അത് ഈ പറയുന്ന ഓൺലൈൻ സ്പേസിൽ ഇവൻ ഈ പ്രാഞ്ചിടന്മാരെ കയറി പിടിച്ചു. പ്രാഞ്ചിടന്മാരെ കയറി പിടിച്ച് അവരെ കാശ് വാങ്ങിച്ച് അവരെ പറ്റി അറ്റ്ലീസ്റ്റ് ഗംഭീരമാണ് വീഡിയോസ് ഒക്കെ ചെയ്തു. അവരെ പിടിച്ചു നിർത്തി ഇന്റർവ്യൂ ചെയ്തു. അപ്പൊ അത്യാവശ്യം പേരൊക്കെ റീച്ച് കിട്ടി. അതിനുശേഷം ഇവന് ഉപദേശം കിട്ടി. അതായത് ഈ പ്രാഞ്ചിയേട്ടന്മാരെ പിടിക്കുന്നതിന് പകരം ഇവന്മാർക്ക് എതിരായിട്ട് വാർത്ത കൊടുക്കുക. കാരണം ഇവന്മാരെ എതിരായിട്ട് വാർത്ത കൊടുത്തു കഴിഞ്ഞാൽ ഇവന്മാരെ പൈസ പിടിക്കുക. നല്ല സ്കോപ്പുള്ള പരിപാടിയാണ്. അറിയില്ല, അതായത് നമുക്കൊരു വ്യക്തിനെ ടാർഗറ്റ് ചെയ്യാം. ഇപ്പൊ ഇദ്ദേഹത്തിന് ഇപ്പോഴെപ്പോഴും സുഹൃത്തുക്കൾ കാണുവാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ രീതി എന്ന് പറയുന്നത് പ്രതികരിക്കാൻ കഴിയാത്ത ആൾക്കാരുണ്ട് സമൂഹത്തിൽ. ഈ ചില ഇല്ലേ MG ശ്രീകുമാറിനെ എടുത്ത് അദ്ദേഹം MG ശ്രീകുമാർ പാവം എന്താ പറയുക, അദ്ദേഹം താമസിക്കാത്ത ആ വീട്ടിൽ താമസിക്കുന്ന വേലക്കാരി എടുത്ത് മാങ്ങ വലിച്ചു എറിഞ്ഞു. പിന്നെ കോപ്പി അടിച്ച് പിടിച്ചൊരു ടീച്ചർ. ഇവരൊക്കെ പ്രതികരിക്കാൻ ശേഷിയില്ലാത്തവരെ ഇവരെ നാറ്റിക്കുക ചാനലിൽ കൂടെ. 3rd rate നാറ്റിക്കല്. ഇദ്ദേഹം ഈ പരിപാടി ആയിരുന്നു UK ചെയ്തോണ്ടിരുന്നത്. 3rd rate നാറ്റിക്കുക. അങ്ങനെ നാട്ടിച്ച് നല്ല കാശുണ്ടാക്കി. അതിപ്പോ നാട്ടിൽ കൊണ്ടുവന്നു. ഈ പരിപാടി ഇവിടെ ആർജിച്ചോണ്ടിരിക്കുക. അപ്പൊ എന്റെ ചോദ്യം താങ്കളോട്, ഇവന്റെ ഉദ്ദേശശുദ്ധി എന്താണ്? അല്ലെ, ഇദ്ദേഹം വളരെ ദുരൂഹമായ സാഹചര്യത്തിലാണ് ഇദ്ദേഹത്തിന്റെ എല്ലാ പ്രവൃത്തികളും. വളരെ വലിയ ആദർശധീരനാണെന്ന് പുറത്തേക്ക് കാണിക്കുകയും ഒപ്പം തന്നെ ഇതിന്റെ സമൂഹത്തിലുള്ള അദ്ദേഹത്തിന്റെ ഈ ചില പിന്തുണകളുണ്ട്, പ്രത്യേകിച്ച് മതം, കത്തോലിക്ക സഭയെ ഉപയോഗിച്ചുള്ള പിന്തുണകള്. ഞാനൊരു ഉദാഹരണം പറയട്ടെ. ഇപ്പൊ മിഥുനോ ഞാനോ അമേരിക്കൻ ഐക്യനാടുകളിൽ വർക്ക് ചെയ്യുന്നു, ഡോളറിൽ സമ്പാദിക്കുന്നു. ആ ഡോളർ ഇന്ത്യയിലേക്ക് അയക്കുമ്പോൾ അവിടെ വിദേശ നാണയം പെരുക്കുന്നു, അവിടെ പണം വരുന്നു. അല്ലെങ്കിൽ മരുഭൂമിയിൽ അധ്വാനിക്കുന്ന, മധ്യപൂർവേഷ്യയിലോ യൂറോപ്പിലോ അധ്വാനിക്കുന്ന പാവം മലയാളികള്, അവരെല്ലാവരും പണം അങ്ങോട്ട് അയക്കാണ്. അത് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഗുണത്തിലേക്ക് വേണ്ടി വരികയാണ്. ഈ പറഞ്ഞ ഇമ്മിണി വലിയ യൂട്യൂബർ 99 ആൾക്കാർ പണം അങ്ങോട്ട് അയക്കുമ്പോൾ അവിടെ നിന്ന് ഇന്ത്യ മഹാരാജ്യത്തിന്റെ വിയർപ്പ് പാവപ്പെട്ടവന്റെ ദരിദ്രന്റെ വയറ്റത്തടിച്ചിട്ട് അവിടെ നിന്നുള്ള പണം കൊണ്ടുവന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ എന്തോ ഓട്ടക്കാരിയാണെന്ന് പറയുന്നത്, എന്തോ 4ാം സ്ഥാനോ വെങ്കലോ ഇങ്കലോ ഒക്കെ അവർക്ക് കിട്ടിയിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് കൂടുതൽ ഓട്ടം പഠിക്കാനെന്നും പറഞ്ഞിട്ടാണ് ഈ ലണ്ടനിൽ വന്നിരിക്കുന്നത്. അതായത് നമ്മളെല്ലാവരും അധ്വാനിച്ച് രക്തം നീരാക്കി പണം സമ്പാദിച്ച് നാട്ടിലേക്ക് ഡോളർ അയക്കുമ്പോ അവൻ അവിടെ നിന്ന് സർക്കാരിന്റെ പണം കട്ടടിച്ച് മാറ്റിയിട്ടാണ് ലണ്ടനിൽ പഠിക്കാൻ പോയത്. ഓടാൻ പഠിക്കാൻ ആരെങ്കിലും ലണ്ടനിൽ പോകേണ്ട ആവശ്യമുണ്ടോ? ഇനി ഇവൻ ഇത്തരത്തിലുള്ള രാഷ്ട്രീയക്കാരും വലിയ വലിയ ആൾക്കാരെയും അവഹേളിച്ചതിന് ശേഷം ഇന്ന് വരുന്ന പല വാർത്തകളും ഇപ്പൊ ഒരുപക്ഷെ മിഥുന അറിയൂന്നറിയില്ല, പല ദുരൂഹമായ ഇടപാടുകൾ. മുൻകാലങ്ങളിൽ ഒരു മാള് മുതലാളിനെ കയറി അവൻ കുറെ അവൻ മാപ്പ് പറഞ്ഞ് എഴുതാങ്ങി. അതെന്തോ താങ്കൾ വിഷയം പറഞ്ഞപ്പോൾ ഓപ്പറേഷൻ മൊറാണ്ടി ഞാൻ പറഞ്ഞുതരാം. എനിക്ക് അറിയാവുന്ന 2 വിഷയങ്ങളിൽ ഇവൻ കളി കളിച്ചു. ഞാൻ പറഞ്ഞുതരാം. അതായത് എനിക്കറിയാവുന്ന ഒരു വ്യക്തിയെ, UK ഒരു വ്യക്തി ബിസിനസ് ഉണ്ട്. ഒന്നാമത്തെ സുഹൃത്തുക്കളെ, ബിസിനസ് ചെയ്യാന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല.
ബിസിനസ് ചെയ്യുമ്പോൾ അല്പം വിട്ടുവീഴ്ച പല കാര്യങ്ങളും ചെയ്യും. ഇവൻ ഈ വ്യക്തിനെ കയറി പിടിച്ച് ഈ വ്യക്തിയെ പറ്റി വീഡിയോ ചെയ്തു. ഇപ്പൊ നമുക്ക് ഇവന്റെ പരിപാടി എന്ന് പറയുന്നത് സാധൂകരിക്കാൻ വേണ്ടി, ഇവൻ പറയുന്ന കണ്ടന്റ് സാധൂകരിക്കാൻ വേണ്ടി കുറെ ആൾക്കാരെ പിടിക്കും. അത് വെറും നുണയായിരിക്കും. ഇപ്പൊ ഒരു കണ്ടന്റ് കിട്ടിയവന്, ഒരു കണ്ടന്റ് കിട്ടിയവന് കണ്ടന്റിനെ സാധൂകരിക്കാൻ ബാക്കപ്പ് ചെയ്യാൻ കുറെ പോയിന്റ് കണ്ടെത്തും. അതെല്ലാം വെറും തട്ടിപ്പായിരിക്കും, നുണയായിരിക്കും. ഒരു എന്ന് പറയുന്ന കണ്ടന്റില്ലാത്ത വിഷയങ്ങള്. ഇപ്പൊ ഞാൻ വേറൊരു ഈ അടുത്തൊരു സംഭവം ക്നാനായ സഭയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്തു. അവൻ ചെയ്ത് പക്കാ നുണയാണ്. നുണ എന്ന് പറയുന്നത് ഇത് സത്യമായിട്ട് ബന്ധമില്ലാത്ത കാര്യമാണ് പറയുന്നത്. ഇത് ആരോ എന്തോ പറഞ്ഞു ചാടി കയറി വീഡിയോ ചെയ്യലാണ്. ഇപ്പൊ മറ്റേ അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ജോലി എടുക്കുന്ന ഒരു വ്യക്തി, ഇവന് പറ്റുമോ? ഒരു ജോലി എടുക്കുന്ന ആർക്കെങ്കിലും പറ്റുമോ? ഇവന് കൊടുക്കാൻ പറ്റുമോ? ഒരു സംരംഭം നടത്തിക്കൊണ്ട് പോകുന്ന ബുദ്ധിമുട്ട് അയാൾക്ക് അറിയുള്ളൂ. അപ്പൊ അയാള് പണി പഠിച്ചേ പിന്നെ അല്പം അയാളെ പറ്റി വ്യക്തിപരമായിട്ടുള്ള ഒരു അവഹേളനാണ് നടത്തിയത്. അയാൾ 2 കെട്ടി 3 കെട്ടി എന്നൊക്കെ പറഞ്ഞ അവസാനം മാപ്പ് പറഞ്ഞ് നാണം കെട്ട് പോയില്ലേ. ഇപ്പം അതവൻ നിന്നു. ഇപ്പത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഇവനിപ്പോ എന്തെങ്കിലും അസോസിയേഷൻ UN എന്ന് പറയുന്ന സംഘടനയുമായി ബന്ധപ്പെട്ട് ഇവൻ എന്തോ ഒളിച്ചോളിയുണ്ട്. വ്യക്തമാണ്. അതായത് ഞാൻ വ്യക്തമായിട്ട് കേരള പൊതുജന സമൂഹത്തോട് വ്യക്തമായിട്ട് പറയാണ്, ഇവൻ അവിടെ കേരളത്തിൽ കൊച്ചിയിൽ ഒരു അക്കാഡമി നടത്തുന്നുണ്ട്. ആ അക്കാഡമി പരീക്ഷ, നഴ്സിംഗ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർത്തി സർക്കാർ അന്വേഷിക്കണം. ചോദ്യപേപ്പർ ചോർത്തിയത് വ്യക്തമായ കേസാണ്. മാത്യു സാമുവൽ സാർ ചെയ്തിരുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, അതായത് ഇവൻ ലണ്ടനിൽ പോയ സമയത്ത് ഇവൻ അവിടെ റിക്രൂട്ട്മെന്റ് ബിസിനസ് പഠിച്ചു. ഇവൻ അവിടെയുള്ള സമയത്ത് ഈ പ്രാഞ്ചേട്ടന്മാരെ പിടിച്ചവന് മനസ്സിലായി ഈ പറഞ്ഞ സംഭവം എന്താണ്. ഇവന് നല്ല ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് ഇതിൽ, ഈ പറയുന്ന ഈ അക്കാഡമിയിലും പിന്നെ മറ്റേ സംഘടനയിലും. അതാണ് ഇവര് പ്രശ്നം. ഈ സംഘടനയിലെ തലവനെ പിടിച്ചപ്പോ ഇവനെ ഇളകി അല്ലേ, ഇവന് ഹാലിളകി. അല്ലെങ്കിൽ അവൻ ആ ഒരു സമുദായത്തിൽ പെട്ട ഏതെങ്കിലും ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ പച്ചക്ക് തെറി പറഞ്ഞിരിക്കുന്നവനാണ്. ഇവനെ മാത്രമേ ഇവനെ പിടിക്കുന്നുള്ളൂ. ഇവന് താല്പര്യമുണ്ട്. ഈ താല്പര്യം എന്ന് പറയുന്നത് ഇപ്പൊ യൂട്യൂബർ എന്ന് പറയുന്നത് ഇപ്പൊ ഒരു ചാനലും ഒരു ക്യാമറ കിട്ടിയാൽ എന്ത് വിളിച്ചു പറയാം, അതൊക്കെ അംഗീകരിച്ചു. പക്ഷെ സാമൂഹ്യ പ്രതിബദ്ധത വേണം. വളരെ നമ്മളൊക്കെ ഇവിടെ അമേരിക്കയിലാണ് ജീവിക്കുന്നതെങ്കിലും അധ്വാനിച്ചാ ജീവിക്കുന്നത്. ഇവൻ എങ്ങനെ പറ്റിച്ച് ജീവിക്കുക എന്നുള്ളതാണ് ഇവന്റെ പോക്ക് ശരി. ഇവന്റെ ഇപ്പോഴത്തെ പേടി ഇപ്പൊ ഇവൻ പറയണ എനിക്ക് 70 ഇവന് 25 ലക്ഷം കണ്ട് യൂട്യൂബിലുണ്ട്. 70 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് വിട്ടുപോകരുത്. അതുകൊണ്ട് ആൾക്കാർ പോയി. അവന്റെ പേടി അതാണ്. ഇപ്പൊ ചാനലിൽ ആരും കേറുന്നില്ല, കാരണം ആൾക്കാർ 1-2 മിനിറ്റ് എല്ലാം മനസ്സിലായി. മാത്യു സാമുവൽ സാറിന് എന്റെ ചാനലില് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ ഒരു മാറ്റം ഫോർവേഡ് ഇത് മുന്നോട്ട് പോകുന്നത്, അതായത് ഇവന്റെ ഭയം എന്ന് പറയുന്നത് ഇവന്റെ സബ്സ്ക്രൈബേഴ്സ് വിട്ടുപോകുന്ന, അത് വിട്ടുപോകുന്നത് കാണുമ്പോഴാണ് ഇവ ഒരു ദിവസം ഞാൻ ഈ അടുത്ത് KT ജലീലിനെ കൊണ്ടിരുത്തേക്കണേ. KT ജലീല് ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കെതിരെ എത്രമാത്രം ചെയ്ത ഒരു മന്ത്രി കേരളത്തിലില്ല, അറിയോ നിനക്ക്? അപ്പൊ താങ്കൾ പറഞ്ഞ വിഷയം എന്ന് പറയുമ്പോൾ സബ്സ്ക്രൈബേഴ്സുമായി ബന്ധപ്പെട്ട വിഷയം പറഞ്ഞു. അതായത് ഈ ആദ്യകാലങ്ങളിൽ ഈ പറയുന്ന മറുനാടൻ മലയാളികളുണ്ടല്ലോ, ഈ പറയുന്ന UK-ലെയും US-ലെയും മലയാളീസ്, ഇവർക്ക് ഈ പറയുന്ന കേരളത്തിലെ വിഷയങ്ങൾ, ജിയോ പൊളിറ്റിക്കൽ വിഷയങ്ങളൊക്കെ കേൾക്കാൻ താല്പര്യമുള്ളപ്പോൾ ഈ മറുനാടൻ ഇവനെ സമീപിച്ചേ. അത് കഴിഞ്ഞ് ഇവൻ കുറെ കൈ ഒരു ഗുണ്ടെന്ന് മനസ്സിലായി. ഇവരെങ്ങോട്ട് പോയത് മാത്യു സാമർ ഓഫീസിലേക്ക് പോയി. അപ്പൊ ഇവന്റെ പ്രശ്നം വേറെ ഒന്നുമല്ല. പ്രശ്നം എന്ന് പറയുന്നത് നമ്മളിപ്പോ സുഹൃത്തുക്കളെ നമ്മൾ നുണ പറയലോ കുറ്റം പറയലല്ല, ഇവന്റെ കയ്യിൽ നിന്ന് ആൾക്കാർ പോയി തുടങ്ങി, എവിടേക്കും പോകുന്നു തുടങ്ങി, ഒഫീഷ്യൽ ചാനലിലേക്ക് പോകുന്നു. അവൻ ഭയന്നു. കാരണം ഇവൻ ഇത്ര നാൾ കെട്ടിപ്പടിക്ക് ഇവൻ പറയുന്നത് 10-40-50 പണിക്കാരുണ്ട്. ഇവന് പണിക്കാരെ വെച്ചിട്ട് ഇവൻ ഈ തരത്തിലുള്ള തോന്നിയാസമാണ് ഇവന്റെ കളി. പിന്നെ ഒരു സംഭവം കൂടി പറയാൻ താല്പര്യമുണ്ട്. അതായത് ഇവനെ മറ്റേ കേസുമായി ബന്ധപ്പെട്ട് ഇവൻ ഒരാളെ വിളിച്ചു, ഒരു മുതിർന്ന ജേർണലിസ്റ്റിനെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് അനുകൂലമായിട്ട് വീഡിയോ ചെയ്യണം, മറ്റേ യൂസഫ് അലി ബന്ധപ്പെട്ട വിഷയത്തില്. അദ്ദേഹം പറഞ്ഞു ഞാൻ ചെയ്യില്ല, കാരണം നീ ചെയ്ത് പോക്കിത്തരമാണ്, മാപ്പ് പറയേണ്ടി വന്നു. അപ്പൊ ഈ 2-3 വിഷയങ്ങൾ ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അല്ല നമ്മള് പറയേണ്ട ഇതെന്ന് പറയുന്നത് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഇവൻ എത്രമാത്രം സത്യസന്ധതയോടെയാണ് ഇവൻ വീഡിയോസ് ചെയ്യുന്നതെന്നുള്ളത് ആലോചിക്കണം. എത്രമാത്രം സത്യസന്ധതയോടെ കൂടെ ഇവൻ ചെയ്തത്, അതായത് ഇവന്റെ ഇതെന്ന് വെച്ചാൽ ഇവൻ ആവശ്യം വരുമ്പോ കത്തോലിക്ക സഭേനെ ഉപയോഗിക്കും, ഹിന്ദുക്കൾ ഉപയോഗിക്കും, ചിലപ്പോ പറയും നമ്മുടെ മോഡി, നമ്മുടെ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ് പറ്റിക്കാനായിട്ട് വികാരം ഉണ്ടാക്കാൻ നോക്കും. ആ മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും. ഞാൻ ചോദിക്കട്ടെ, ഇവന് കത്തോലിക്ക സഭ താങ്കൾ ഉദ്ദേശിച്ചില്ല, കത്തോലിക്ക സഭ ക്രൈസ്തവരുമാണ് അല്പമെങ്കിലും ഇവർ ഈ പറയുന്ന സഭയോട് എന്തെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവന് ഈ UNA-യുമായി ബന്ധപ്പെട്ട വ്യക്തിനെ വിളിക്കുമോ? അതായത് ഇവൻ പറയുന്നത് UNA-യുടെ വിഷയം ഞാൻ പറയാം. UNA-ല് ജാസ്മിൻ ഷാ പെട്ട സമയത്ത് ഇവൻ പറയുന്നത് ഇതൊരു ചെറിയ കേസല്ലേ. എന്ത് ചെറിയ കേസ്? FIR കേസ് ഫയൽ അടക്കാണ് ശ്രീ മാത്യു സാമുവൽ കാണിച്ചു. ക്രൈസ്തവ സഭയെ ഇത്രയധികം ദ്രോഹിച്ചൊരു വ്യക്തി വേറെ ഇല്ല. പുഷ്പരി ഹോസ്പിറ്റല്, തൃശ്ശൂരിലെ ജൂബിലി ഇതൊക്കെ അടച്ചുപൂട്ടി
കൂട്ടിക്കണമെന്നാണ് ഇവന്റെ ആഗ്രഹം. അല്ല, ഇവൻ എന്താണ്, ഇവൻ ഈ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഇവന്റെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് കൂടെ കൂട്ടി പറ്റിച്ചു. ആ ചതി കഴിഞ്ഞപ്പോ ഇവനിപ്പോ സൂഡാപ്പികളെ വേണം. അതിന് ഇവൻ നേരെ തിരിച്ചടിക്കേണ്ട ആർക്കിട്ടാ? ഹിന്ദു ക്രൈസ്തവ ഐക്യം ഉരുതിരിഞ്ഞു വരണ്ട്. അതിനിട്ടാണ് ഇവനടി. ഒപ്പം തന്നെ ഇവന്റെ സബ്സ്ക്രൈബേഴ്സ് അപ്പൊ പോകുന്ന അവനറിയാം. അപ്പൊ അവൻ മാത്യു സാമുവലിനെ തോണ്ടാൻ വലിയ അന്തർദേശീയ പത്രപ്രവർത്തനം എന്നൊക്കെ പറഞ്ഞ അവഹേളനം. ഇവനൊരു ദുരൂഹതയാണ് ഇവന്റെ ഇത്. ഇപ്പൊ കാണിക്കുന്ന കളി മുഴുവനും തെക്കൻ കേരളത്തില് ഉരുതിരിഞ്ഞു വരുന്ന ഹൈന്ദവ ക്രൈസ്തവ ഏകീകരണം, ആ ഒരു ഐക്യത്തിന് ഇവൻ ആരോ പണം കൊടുത്ത് അത് ഭിന്നിപ്പിക്കാൻ വേണ്ടി ഇവന് പൈസ വാങ്ങിയിട്ടുണ്ട്. വലിയ ഇമ്മിണി യൂട്യൂബർ ആണെന്നും പറഞ്ഞ് പണം വാങ്ങിയിട്ടുണ്ട്. അപ്പൊ സാരാംശം എന്ന് പറയുന്നത് ഈ പറയുന്ന വ്യക്തിയുടെ ഞങ്ങൾ ഈ വീഡിയോ ചെയ്ത് ആരെയും വെളുപ്പിക്കാനോ അല്ലെങ്കിൽ ആരെയും കലക്കിക്കാനോ അല്ല, എന്താ പറയുക. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് ഈ പറയുന്ന വ്യക്തിയെ പറ്റി അന്വേഷിക്കുക, അല്ലെ?